എം കെ ഹാജിയുടെ ജീവിതം ലോകത്തിന് മാതൃകയാണെന്ന് ശശി തരൂർ MP പറഞ്ഞു. എം കെ ഹാജിയുടെ ജീവിത ചരിത്ര പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്ര പുരുഷനാണ് എം കെ ഹാജി. സത്യസന്ധനായ ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. സത്യസന്ധത പുലർത്താൻ കഴിയാത്ത ബിസിനസ്സുകൾ അദ്ദേഹം ഒഴിവാക്കി. ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന നേതാവാണ് എം കെ ഹാജി. മതസൗഹാർദ്ദത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചു. ഇടകലർന്ന് ജീവിക്കാൻ പഠിപ്പിച്ച എം കെ ഹാജി ഏറ്റവും വലിയ മതേതരവാദിയും സാമുദായിക ഐക്യവും പരസ്പര സ്നേഹവും കാത്തുസൂക്ഷിച്ച നേതാവുമായിരുന്നു എന്നും ശശി തരൂർ പറഞ്ഞു. കേരളത്തിന് വേണ്ടത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വികസനവും വിദ്യാഭ്യാസവുമാണെന്നും എം കെ ഹാജി അത് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടെന്നും തരൂർ കൂട്ടിച്ചേർത്തു. പിന്നെ 2-3 വയസ്സ് കഷ്ടിച്ച് 3 അച്ഛൻ അന്തരിച്ചു പോയി. അമ്മ വീട്ടിലൊക്കെ അനുഭവിച്ച ശേഷം അദ്ദേഹം ഇനിയൊരു റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച എറണാകുളം ലഹളയിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹത്തിന് ഖിലാഫത്ത് സമരത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് ആദ്യമൊക്കെ ഇറങ്ങി നമ്മുടെ സ്വതന്ത്ര സേനാനി ആയിട്ട് പ്രവർത്തിച്ചു. പിന്നെ നമ്മൾ ഈ കഥ കേട്ട് കഴിഞ്ഞു. CPM സലാം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഓടിപ്പോയി ട്രെയിനിൽ കയറി ഈ പോലീസുകാരെ പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കയറിപ്പോയി. എം കെ ഹാജിയുടെ മകനും യത്തീംഖാന സെക്രട്ടറിയുമായ MK ബാവ അധ്യക്ഷനായി. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പുസ്തക രചയിതാവ് ഇബ്രാഹിം പുനത്തിൽ എം കെ ഹാജി എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് PMA സലാം, KPM മജീദ് MLA, സാഹിത്യകാരൻ P സുരേന്ദ്രൻ, PK അബ്ദുറബ്ബ, MA ഖാദർ, സലീം കുരുവമ്പലം, തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, CH മഹ്മൂദ് ഹാജി എന്നിവർ പ്രസംഗിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സെമിനാർ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ EK അഹമ്മദ് കുട്ടി അധ്യക്ഷനായി. മലബാർ സാമൂഹ്യ മുന്നേറ്റം എന്ന വിഷയത്തിൽ അജിത് കൊളാടി, സഹവർത്തിത്വത്തിന്റെ തിരൂരങ്ങാടി മാതൃക എന്ന വിഷയത്തിൽ ഹസീം ചെമ്പ്ര എന്നിവർ ക്ലാസ് എടുത്തു. പ്രൊഫസർ NV അബ്ദുറഹ്മാൻ, അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ, ഇക്ബാൽ കല്ലുങ്ങൽ, PMA ജലീൽ, CH അബൂബക്കർ, ഡോക്ടർ K അലവി എന്നിവർ സംസാരിച്ചു.